എങ്ങാനും വീട്ടിൽ കൊണ്ടുവരാൻ നോക്കിയാറുണ്ടല്ലോ, അവന്റെ അച്ഛനെ കൊന്ന് മുതലേക്ക് ഇട്ട പോലെ അവനെയും കൊന്ന് ഞാൻ മുതലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അളിയ അയാൾ വളരെ ക്രൂരനാണെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഇവനെ വളർത്താൻ അളിയാ. നീ പറഞ്ഞത് ശരിയാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയാൾ പറഞ്ഞനുസരിച്ച് എന്റെ കൊച്ചുമോൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് മറ്റൊരു കാര്യവും കൂടെ അറിഞ്ഞത്. നമ്മുടെ വീട്ടിലെ ജോലിക്കാരിയോട് അരുതാത്തൊരു ബന്ധം തന്റെ അപ്പനുണ്ടായിരുന്നുവെന്ന്. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ച് ഏതോ ഹോസ്പിറ്റലിലുണ്ടെന്നും അറിഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും ചേരാത്ത ഒരാളാണ് ഞാൻ. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ കുഞ്ഞ് അനുഭവിക്കാൻ പാടില്ല. എന്റെ കുഞ്ഞിന്റെ ജീവിതം അമ്മയുടെ കയ്യിൽ വെച്ചിട്ട് ഞാൻ പോവാ. ആ ജോലിക്കാരി പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ചു പോയ കുഞ്ഞ് വേറെ ആരുമല്ല, നീയാണ്. അതേ മോളെ, നീയാണത്. ഇനി പറ, ദൈവത്തിന്റെ നിയോഗം പോലെ അവൻ ഈ കഴുത്തിൽ ബലമായി കെട്ടിയ താലി നിലനിർത്തുന്നോ അതോ പൊട്ടിച്ചു കളയുന്നോ, അത് നിന്റെ ഇഷ്ടം. നിന്റെ അച്ഛൻ നിന്നെ ഉടനെ കല്യാണം കഴിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. അവൻ അറിയാതിരിക്കാനാണ് നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിന്നോട് ഇതെല്ലാം പറഞ്ഞത്. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സമാധാനം കിട്ടില്ല മോളെ. അത് ഓർമ്മയുണ്ടാവണം. ഒരു രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ഒരു പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. ഇവർക്ക് അടുക്കള തന്നെയാ കൈലാസം. ഭക്ഷണം കഴിക്കലാ പ്രധാന ഹോബി. അളിയാ നോക്ക്, ആരാ വന്നിരിക്കുന്നേ? മോളെ, നീയോ? എഴുന്നേക്ക് മോളെ. അച്ഛാ, ഞാൻ മനഃപൂർവ്വം ഈ വീട്ടിൽ വഴക്കുണ്ടാക്കിയില്ലേ? ഇത്ര നാളെ ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും എനിക്ക് മാപ്പ് തരണം. അതൊക്കെ പോട്ടെ മോളെ, വലിയ സന്തോഷം. താലി വലിച്ച് പൊട്ടിക്കരുതെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് അറിയായിരുന്നു നീ ഞങ്ങളെ വീട്ടിലോട്ട് തന്നെ കയറി വരുമെന്ന്. അച്ഛാ, ഞാൻ ഉടുത്തേക്കുന്ന ഈ സാരി മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഇനി വേറൊന്നും എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ മകന്റെ ഉള്ളിലിരിക്കണ ദേഷ്യം എന്റെ മരുമോൾക്കും കിട്ടിയിട്ടുണ്ട്. ഒരു നിമിഷം മോളെ. എന്റെ അളിയനെ കണ്ട ശിവാജി ഗണേശനെ പോലെ ഉണ്ടെങ്കിലും പക്ഷേ മനസ്സുണ്ടല്ലോ, നല്ല വെണ്ണ പോലെയുള്ള മനസ്സാ. ഇങ്ങോട്ട് നോക്കിയാ മോളെ, ഗോപിയുടെ കല്യാണം കഴിഞ്ഞ് മരുമോള് വീട്ടിലേക്ക് വരുന്നതിന് സാരിയൊക്കെ നേരത്തെ വാങ്ങി വെച്ച്. സാരി പട്ടുസാരിയാണ് മോളെ. ആഭരണം വാങ്ങിയതൊക്കെ കല്യാണം മോളെ. ഞങ്ങളുടെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ, അതുകൊണ്ടാ. ആ മുറിയിൽ പോയി സാരി മാറ്റിക്കോ മോളെ. അപ്പോൾ രാജു, ഇനി ഇവളെ കണ്ടു കഴിയുമ്പം അവനെന്തായിരിക്കും പറയാൻ പോണേ? നിങ്ങളെ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ കാര്യം പോക്കാ. ചിത്തു എന്നായിരിക്കും അവൻ പറയാ. അങ്ങനെ ആയിരിക്കോ? ആ ഗ്യാരണ്ടിയാ. എന്താ ഇവിടെ ആർക്കൊരു മിണ്ടാട്ടമില്ലാത്തത്? ഈ സാരി ആരുടെ? എന്താ ഇവിടെ നടക്കുന്നത്? എന്താ മിണ്ടായിരിക്കുന്നത്? എന്താന്ന്? എന്താടാ പേടിപ്പിക്കുന്ന? വേണമെങ്കിൽ നീ അടുക്കളയിൽ പോയി നോക്കടാ. നിനക്കപ്പോ മനസ്സിലാവും. പോ. എന്റെ വീട്ടിൽ അടുക്കളക്കറ നീ ആരടി? അന്ന് നിങ്ങൾ ഇതെന്റെ കഴുത്തി കെട്ടി. ഇന്ന് അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു. എനിക്കെന്ത് സന്തോഷമായെന്നറിയോ? അവിടെ നിന്ന് നീ ആരോട് ചോദിച്ചിട്ടേ വീട്ടിനകത്ത് കാലുകൂട്ടിയത്? നിങ്ങൾ എപ്പോ എന്റെ കഴുത്തി താലി കെട്ടിയോ ആ നിമിഷം മുതൽ ഇത് നിങ്ങളുടെ വീടല്ല,
നമ്മുടെ വീടാ. നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവല്ലേ? എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വെച്ച് ഞാൻ നിന്നോട് ജീവിക്കാനൊന്നും പോകുന്നില്ല. അഹങ്കാരത്തിനുള്ള ശിക്ഷ മാത്രം അത്. ആ താലി കെട്ടിയെന്ന് വെച്ച് നീ ഒരിക്കലും എന്റെ ഭാര്യയാകാൻ പോകുന്നില്ല. ഈ ജന്മത്തിൽ നീ വേറൊരുത്തനും ഭാര്യയാകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആരുടെയും ഭാര്യ ആവാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? നിങ്ങളുടെ മാത്രം ആവാൻ വേണ്ടിയല്ലേ? പിന്നെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, അതെല്ലാം മറക്കൂന്നേ. വേണ്ടായിരിക്കടേ, മറന്നു കളയാന്നോ? എന്താ ഞാൻ മറക്കേണ്ടത്? എന്റെ ഹാർമോണിയെ പെട്ടി തല്ലി തകർത്തത് ഞാൻ മറക്കണോ? എന്റെ മനസ്സ് വേദനിപ്പിച്ച് ഞാൻ മറക്കണോ? എന്നെ അടിച്ച ചാട്ടവാറടി ഞാൻ മറക്കണോടി? തെറ്റ് ചെയ്യാത്ത എന്നെ അത്ര ആൾക്കാരുടെ മുമ്പിൽ നീ അപമാനിച്ചു വിട്ടില്ലെന്ന്. നിന്റെ അഹങ്കാരം കാരണം നീ വരുത്തി വെച്ച ആ പാപത്തിന് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ആ ചെയ്തു വെച്ചതിനൊരു പരിഹാരവും ഇല്ല. അച്ഛാ, ഇങ്ങനെയാണോ ഭാര്യയോട് സംസാരിക്കുന്നത്? എന്റെ അഭിനയം എന്നെ കഴുത്തി പിടിച്ച് തൂക്കി എറിയട്ടെ ഇവിടുന്ന്. നിർത്ത്. എന്നാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താലി കെട്ടിയിട്ട് നീ വേറെ അവള് വേറെ എന്ന് പറയാൻ നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവല്ലേ? ഈ പെണ്ണ് നിന്നോട് ചെയ്ത തെറ്റിനെല്ലാം ജീവിതം മുഴുവൻ നീ ശിക്ഷ കൊടുത്തില്ലേ? പാവം ആ പെണ്ണെല്ലാം മറന്നിട്ട് നിന്റെ കൂടെ ജീവിക്കാന്ന് വെച്ച് വന്നപ്പോ നീ പറഞ്ഞ ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു അതെ, നിരപരാധിനെ പിടിച്ച് ജയിലിലിട്ടാലേ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ആ, അത് അങ്ങനെയൊക്കെ ഉണ്ടാവും. നീ അകത്ത് പോ മോളെ. ശരി അച്ഛാ. നിക്ക് അച്ഛാ, എനിക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് ഇവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. ഇവളെന്റെ മരുമോളാ. വീട്ടിലെ മരുമോളെ പുറത്താക്കുന്നതാണോ നീ ഇവിടുത്തെ? പറയുന്ന പോലെ ഈ ചെയ്യാൻ പറ്റില്ല. അഹങ്കാരം പിടിച്ച് പെണ്ണിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള അധികാരം എനിക്കുണ്ട്. ഇവിടെ ഞാൻ തന്നെ ഇറക്കി വിട്ടോളാം. ഒന്ന് പറയുന്ന കേൾക്കാം. ഇറങ്ങി പോടി. ഗോപി, എടാ ഗോപി, മോളെ അവൻ അങ്ങനെയൊക്കെ പറയും. നീ അകത്തേക്ക് വാ. അവര് പറഞ്ഞതുപോലെ അവരുടെ ഇഷ്ടം പോലെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അച്ഛാ. അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ അകത്തേക്ക് വരാം. ഗോപി, അവന് പറ്റിയ പെണ്ണ് തന്നെയാ മോളെ നീ. അളിയോ, ആ ഇറങ്ങു മോനെ. ഇത് തന്നെയാ നമ്മുടെ ബംഗ്ലാവ്. ആ ഇറങ്ങ്. ദേ ഇങ്ങ് നോക്ക്. നീ ടാറ്റയും ബിർളയും ഒക്കെ ജനിച്ച സമയത്താ പിറന്നത്. അതുകൊണ്ടാ നീ ഈ സൂര്യചന്ദ്രന്റെ മരുമകനാകാൻ പോകുന്നത്. വാ വാ, അകത്തോട്ട് വാ. ആ ഇരിക്കേ. ഞാൻ പോയിട്ട് മോളെ വിളിച്ചുകൊണ്ട് വരാം. ഓ ശരി. സാർ എന്താടാ? കൊച്ചമ്മ ഗോപി, അവൾ ആ മഴയത്ത് നനഞ്ഞു നിക്കണടാ. അടുത്ത വീട്ടുകാർ കണ്ട നമ്മളെ കാറി തുപ്പൂടാ. നീ പോയി വിളിക്കടാ. അതൊന്നും കുഴപ്പമില്ല. ആ നശിച്ച വീട്ടിൽ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിലേ മഴയൊക്കെ നനഞ്ഞു വന്ന് അവളെയും വിളിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയിക്കോളും. അതുവരെ നനയട്ടെ. മോളെ രാധേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തിനാ ഇങ്ങനെ മഴയത്ത് വന്ന് നിൽക്കുന്നേ? വീട്ടിലോട്ട് പോവാം, വാ. ഞാൻ വരില്ല. ഞാൻ ഈ വീട്ടിലെ മരുമോളാ. അവരെന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അയ്യോ, ഇവൾക്കെന്തോ ഭ്രാന്തായെന്നാ തോന്നുന്നേ. SI, നമ്മൾ വന്ന കാര്യം ചെയ്യാൻ ഐ ആം ഹിയർ, നോ ഫിയർ. ഡാ, ആരകത്തുള്ള മണ്ണാങ്കട്ടി മാണിക്ക് എത്തിക്കഴിഞ്ഞടാ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്താണാവോ കാരണം? ഇവളുടെ അനുവാദമില്ലാതെ ഇവളുടെ കഴുത്തിൽ താലി കിട്ടിയതിന്, കൂടാതെ മറ്റു പല കുറ്റകൃത്യങ്ങളും ചെയ്തതിന്. ഇത് അവളുടെ അച്ഛന്. അദ്ദേഹം എനിക്ക് ഗോഡ് ഫാദറെ പോലെയാണ്. അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ താല്പര്യമില്ല. കോൺസ്റ്റബിൾ, എത്രയും വേഗം അവന്റെ കയ്യിൽ വിലങ്ങിടിയിക്കേ. ഒരു കാരണവുമില്ലാതെ എന്റെ നേരെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നാലുണ്ടല്ലോ, ആർക്കതിനകത്ത് പ്രശ്നമുള്ളത്? ധൈര്യമുള്ളൊരു മുമ്പോട്ട് വാ. Excuse me, Inspector. May I know on what charges are you arresting my husband? ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന മാഡം, നീ ഇംഗ്ലീഷിൽ സംസാരിച്ചാലും ടംഗ്ലീഷിൽ സംസാരിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് മനസ്സിലാവും. എക്സ്പെക്റ്റഡ് ആയിട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ, ഹി യുവർ ഹസ്ബൻഡ്. If my husband gave any complaint on me or to die? No. This is a family matter. Some third person had given complaint. അയ്യോ, ഇത് നിങ്ങളുടെ അച്ഛൻ. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നിങ്ങൾ 3rd person, 4th person, 5th person എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ 2 കണ്ണു പൊട്ടിപ്പോവും. Sorry, Inspector. I have no father, no mother or anybody. I have only one person. That is my husband. Understand? യെസ്, അത് ആദ്യം നിങ്ങളുടെ അച്ഛനോട് പറ. നിർത്തടാ. മോളെ രാധേ, നീ എന്താ പറയുന്നത്? എനിക്ക് വല്ല ബോധമുണ്ടോ? അതെ, എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല. എനിക്ക് ഒരാളേ ഉള്ളൂ. ഇതെന്റെ ഭർത്താവാണ്. രാധേ, നീ വന്നില്ലെങ്കിൽ നീ എനിക്ക് മരിച്ച പോലെയാ. നിന്നെ എടാ ഗോപി,
വീട് വേണ്ടെന്ന് പറഞ്ഞ് അവള് വന്നതാ. നിന്റെ മുമ്പിൽ വെച്ചല്ലേ അപ്പനെയും വേണ്ടെന്ന് പറഞ്ഞത്. വീടിന്റെ മുമ്പിൽ അഗ്നിപരീക്ഷ പോലെ എന്തിനാടാ മോനെ അവളെ ഇനിയും മഴയത്ത് നിർത്തണത്? നീ വിളിക്കടാ അവളെ. For more updates, like, comment, subscribe to our channel.